സൗഹൃദ സന്ദർശനമായിരുന്നു. ഈ സന്ദർശനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിൽ രാഷ്ട്രീയമോ മറ്റു ലക്ഷ്യങ്ങളോ ഇല്ലെന്നും വിവിധ വിഷയങ്ങൾ സംസാരിച്ച് ഒരുമിച്ച് നിൽക്കാവുന്ന എല്ലാ മേഖലകളിലും ഒരുമിച്ച് നിൽക്കുമെന്നും പാംപ്ലാനി പറഞ്ഞു. മതേതരത്തെ ഊട്ടിയുറപ്പിക്കുന്ന സമീപനമാണ് ബിഷപ്പിന്റേതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. സമൂഹങ്ങളെ അടുപ്പിക്കണം, സമുദായങ്ങൾ ചേർന്നിരിക്കണം, പ്രശ്നങ്ങൾ കൂടിയിരുന്ന് പരിഹരിക്കണം. മുനമ്പം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ ഇടർച്ച പാടില്ല. മനുഷ്യത്വപരമായ സമീപനമാണ് വേണ്ടത്. ആദ്യം ആശങ്ക പരിഹരിക്കണം. സത്വര പരിഹാരത്തിനായി സർക്കാർ മുന്നിട്ടിറങ്ങണം. താമസക്കാരെ കുടിയിറക്കരുത്. സർക്കാർ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒന്നുകൂടി താൽപ്പര്യമെടുത്ത് പ്രവർത്തിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഷാഫി പറമ്പിൽ എംപിയും സാദിഖ് അലി തങ്ങളുടെ കൂടെയുണ്ടായിരുന്നു. അവിടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ, വഖഫ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതിൻ്റെ പേരിൽ അവിടെ സമുദായങ്ങൾ തമ്മിൽ ഒരു ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. അവിടെ കുടിപാർക്കുന്ന ആൾക്കാരുണ്ട്, 600 കുടുംബങ്ങളുണ്ട്. അവർ ഒരു സുപ്രഭാതത്തിൽ അവരവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് ആവശ്യമായിട്ടുള്ളത്. അതെന്താണോ ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടിയാണ് ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ കോടതിയിലുണ്ട്, സർക്കാരുണ്ട്. സർക്കാർ വഖഫ് എന്ന് പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അപ്പോൾ സർക്കാർ ആ കാര്യത്തിൽ കുറച്ചും കൂടി ഊർജിതമായിട്ട് തന്നെ രംഗത്ത് വരണം എന്നുള്ളതാണ്. സർക്കാർ മെല്ലപ്പോക്ക് നയം അവസാനിപ്പിക്കണം. അവിടുത്തെ അതെ, കാരണം അവിടുത്തെ ആളുകളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ആ വിഷയത്തിൽ സർക്കാർ ഒന്നുകൂടി ഊർജ്ജസ്വലമായിട്ട് ആ കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെ കണ്ടുകൊണ്ട് അവിടെ ഒരു സത്വരമായിട്ടുള്ള പരിഹാരത്തിന് സർക്കാർ മുന്നോട്ട് വരണം. അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ. ഈ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിലൊക്കെ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഷയത്തിൽ. അന്നൊക്കെ സർക്കാരിനടുത്ത് പെട്ടെന്ന് ഈ വിഷയം തന്നെ വേഗത്തിലൊരു നടപടി വേണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മെല്ലെപ്പോക്ക് തന്നെയാണ്. എന്താണ് ഇനി അതിലെന്താണ് ഇനിയിപ്പം? അതാണ് സർക്കാരാണ് പറയേണ്ടത്. മുസ്ലിം കോർഡിനേഷൻ മീറ്റിംഗ് ചേർന്നപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, അവിടെ താമസിക്കുന്ന ആളുകളെ കുടിവെപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അതിനൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതല്ലാത്ത രീതിയിലുള്ള പരിഹാരത്തിന് അതിന് സർക്കാരിനെ സാധിക്കുകയുള്ളൂ. സർക്കാർ അതിൽ ചെയ്യണമെന്ന് തന്നെയാണ് മുസ്ലിം സംഘടനകൾക്ക് ആവശ്യപ്പെട്ടത്. സർക്കാരാണ് അത് തീരുമാനിക്കേണ്ടത്. സമാധാനം സ്ഥാപിക്കാനും ആശങ്കകൾ പരിഹരിക്കാനൊക്കെ സർക്കാർ ഒന്നുകൂടി താല്പര്യമെടുത്തുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്.